ഹായ് മക്കളെ, എല്ലാവർക്കും എഡ്യൂസാറ്റ് ലേണിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ക്വാണ്ടം സംഖ്യയാണ്. അതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ പറയാം. പ്രധാന സബ്ഷെൽ ഏതൊക്കെയാ? എസ് പി ഡി എഫ്. എസിന്റെ അകത്ത് കൊള്ളുന്ന ഇലക്ട്രോൺ 2 നേർപകുതി ഓർബിറ്റൽസ് അല്ലേ. പിക്കകത്ത് കൊള്ളുന്ന ഇലക്ട്രോൺ 6 നേർപകുതി ഓർബിറ്റൽസ്. ഡിക്കകത്ത് കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ 10 നേർപകുതി ഓർബിറ്റൽസ്. എഫിന്റെ അകത്ത് കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ 14 നേർപകുതി ഓർബിറ്റൽസ്. നമുക്കപ്പം ക്വാണ്ടം നമ്പറിലേക്ക് കടക്കാം. സെറ്റാണ്. അത്രയും കഴിഞ്ഞ അത്രയും കാര്യം കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രം കണ്ടിട്ട് മാത്രം ഈ ക്ലാസ് കാണുക. നമുക്ക് സിമ്പിൾ ആയിട്ട് ക്വാണ്ടം നമ്പർ പഠിക്കാം. അപ്പൊ എന്താ മക്കളെ ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ഓർബിറ്റൽസിന്റെ ഷേപ്പ്, സൈസ്, ഓറിയന്റേഷൻ. ഷേപ്പ് എന്ന് വെച്ചാൽ ആകൃതി, വലിപ്പം, ക്രമീകരണം എന്നിവയെ സൂചിപ്പിക്കുന്ന നമ്പറുകളാണ് ക്വാണ്ടം നമ്പർ. എന്താ? ഒരു ഓർബിറ്റൽസിന്റെ എന്താണ്? ഷേപ്പ്, ആകൃതി. ഞാൻ പറഞ്ഞ എസിന്റെ ആകൃതി എന്താ? സ്ഫെറിക്കൽ, ഗോളാകൃതി. പിയുടെ ആകൃതി എന്താ? ഡംബൽ. ഡിയുടെ ആകൃതി എന്താ? ഡബിൾ ഡംബൽ. അങ്ങനെ ഒരു ഓർബിറ്റൽസിന്റെ സൈസ്, ഷേപ്പ്, ഓറിയന്റേഷൻ, ക്രമീകരണം എന്നിവ സൂചിപ്പിക്കുന്ന കുറച്ച് നമ്പറുകളാണ് ക്വാണ്ടം നമ്പർ. ഓക്കെ. അഡ്രസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ അഡ്രസ് എന്ന് എന്തിനെ അറിയപ്പെടുന്നു? ക്വാണ്ടം നമ്പറിനെ അറിയപ്പെടുന്നു. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഓരോ പിൻകോഡ് കാണത്തില്ലേ? ആ പിൻകോഡ് നോക്കുമ്പോൾ നമുക്കറിയാം മക്കളെ, നമ്മൾ ഏത് ജില്ലയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ക്വാണ്ടം നമ്പർ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം ഇലക്ട്രോൺ എവിടെയാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്നും കൂടെ പറയാം. എന്താണ് ക്വാണ്ടം നമ്പർ? പറ. ഒരു ഓർബിറ്റൽസിന്റെ സൈസ്, ഷേപ്പ്, ഓറിയന്റേഷൻ എന്നിവ സൂചിപ്പിക്കുന്ന നമ്പറുകളാണ് എന്ത്? ക്വാണ്ടം നമ്പർ. നമുക്ക് 10ൽ 3 ക്വാണ്ടം നമ്പർ പഠിക്കണം. 1 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, 2 അസിമുത്തൽ ക്വാണ്ടം നമ്പർ, 3 മാഗ്നെറ്റിക് ക്വാണ്ടം നമ്പർ. ഒന്നെന്താ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, 2 അസിമുത്തൽ ക്വാണ്ടം നമ്പർ, 3 മാഗ്നെറ്റിക് ക്വാണ്ടം നമ്പർ, 4 സ്പിൻ ക്വാണ്ടം നമ്പർ. അങ്ങനെ 3 ക്വാണ്ടം നമ്പർ നമുക്ക് എന്ത് ചെയ്യണം? 10ാം ക്ലാസ്സിൽ 3 ക്വാണ്ടം നമ്പർ പഠിക്കണം. ഈ 3 നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ എന്താ? ഒന്നാമത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് N. എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാൽ ഷെല്ലുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ചോദിക്കാം, ഷെല്ലുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ക്വാണ്ടം നമ്പർ ഏത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പൊ ഞാൻ പറയാം, സൂചിപ്പിക്കുന്ന അക്ഷരം N അല്ലേ? ശ്രദ്ധിക്കുക, Nന്റെ വില 1 ആണെങ്കിൽ അത് K ഷെല്ലായിരിക്കും. Nന്റെ വില 2 ആണെങ്കിൽ അത് L ഷെല്ലായിരിക്കും. Nന്റെ വില 3 ആണെങ്കിൽ അത് M ആയിരിക്കും. Nന്റെ വില 4 ആണെങ്കിൽ അത് N ആയിരിക്കും. ഷെല്ലുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ക്വാണ്ടം സംഖ്യ ചോദിച്ചാൽ അതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. എന്റെ ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ഷെല്ലുകളുടെ എണ്ണം. മൂന്നാമത് ഷെല്ല് ഏത്? M ആണല്ലേ. ഓക്കെ അല്ലേ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ഷെല്ലുകളുടെ എണ്ണം L ആണ്. സെറ്റാണോ? കേക്കകത്ത് ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ എന്താ? നമ്മൾ പഠിച്ചു 2, എല്ലിൻ്റെ അകത്ത് 8, എമ്മിൻ്റെ അകത്ത് 18, എന്നിൻ്റെ അകത്ത് 32. പറഞ്ഞ കാര്യമാണ് അല്ലേ? അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യമാണ്. ഓരോ ഷെല്ലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ് അല്ലേ? ഓരോ ഷെല്ലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണ്? 2n². ഓർബിറ്റൽസ് ആണെങ്കിൽ നേർപകുതി n² എന്ന കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പറ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? സിമ്പിൾ ആണ്. മൂന്നാമത്തെ ഷെൽ ഏതാ മക്കളെ? M. എമ്മിൻ്റെ അകത്ത് കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 18. ഏത് ഇക്വേഷൻ വെച്ച്? 2n² എന്ന ഇക്വേഷൻ വെച്ച്. ക്ലിയർ ആണോ എല്ലാവർക്കും? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1
ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്നാണെങ്കിൽ അത് കെ ഷെല്ലായിരിക്കും. ഇലക്ട്രോണുകളുടെ എണ്ണം കേക്കകത്ത് പറഞ്ഞു 2 സിമ്പിൾ ആണല്ലേ. ഷെല്ലുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന കോണ്ടന്റ് നമ്പർ, ഷെല്ലുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന കോണ്ടന്റ് നമ്പർ ആണ് എന്ത്? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. ഇനി എന്റെ ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n, ഓക്കെ, 4. n 4 ആണെങ്കിൽ ഓർബിറ്റൽസിന്റെ എണ്ണം, ഓർബിറ്റൽസിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന n² അല്ലേ? അപ്പൊ 4ന്റെ സ്ക്വയർ എത്ര? 16 ഓർബിറ്റൽസ്. n4 എന്ന് വെച്ചാൽ അതെന്താണ്? KLMN ആണ്. എന്നിന്റെ അകത്തുള്ള ഇലക്ട്രോൺ 32, നേർ പകുതിയല്ലേ ഓർബിറ്റൽസ്? പറഞ്ഞ കാര്യമാണ് മക്കളെ. ഓക്കെ, പിന്നെ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 3 ഓർബിറ്റൽസിന്റെ എണ്ണം. എന്നിന്റെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 3, എന്നിന്റെ സ്ക്വയർ 9. n 3 ആണ്, 3ന്റെ സ്ക്വയർ 9. അപ്പൊ എന്താ? ഷെല്ലുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന കോണ്ടന്റ് നമ്പർ ആണ് എന്ത്? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഷെൽ ഓർ പ്രിൻസിപ്പൽ എനർജി ലെവൽ. ഇതിന്റെ വില 1, 2, 3, 4 അങ്ങനെ അങ്ങോട്ട് വരും. 1 ആണെങ്കിൽ K, 2 ആണെങ്കിൽ L, 3 ആണെങ്കിൽ M, 4 ആണെങ്കിൽ N. നിങ്ങൾ പറയണം പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 4 ഓർബിറ്റൽസിന്റെ എണ്ണം. ഇതിന്റെ സ്ക്വയർ 16. ക്ലിയർ ആണ്, സെറ്റ് ആണ്. ഇനി രണ്ടാമത്തെയാണ് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഷെല്ലുകളുടെ എണ്ണമാണെങ്കിൽ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ നമുക്ക് പറഞ്ഞു തരുന്നത് സബ്ഷെല്ലാണ്, സബ്ഷെല്ലിനെ കുറിച്ചാണ് അല്ലെ. നോക്കിയേ, അസിമുത്തൽ കോണ്ടന്റ് നമ്പർ defines the 3-dimensional shape of orbitals. ഓർബിറ്റൽസിന്റെ ഷേപ്പിനെയാണ്, 3D ഷേപ്പിനെയാണ്. നമുക്കറിയാം എന്താ, എസ് ആണെങ്കിൽ എസും PDF ഇതല്ലേ സബ്ഷെല്ല്, SPDF ഇതല്ലേ സബ്ഷെല്ല്. എസിന്റെ ഷേപ്പ് എന്താ? നമുക്കറിയാം സ്പെറിക്കൽ, ഗോളാകൃതി, ഗോളാകൃതി, ഗോളാകൃതി. അങ്ങനെയാണെങ്കിൽ പിയുടെ എന്താ? ഡംബൽ, ഡംബലാണ്. ഡിയുടെ എന്താ? സങ്കീർണമാണ്, കോംപ്ലക്സ് ആണ് DF. മനസ്സിലായ എന്റെ മക്കൾക്ക്? ഓക്കെ ആണോ? അപ്പൊ ആ ഷേപ്പിനെ, 3D ഷേപ്പിനെ, ഇതെല്ലാം 3D 3 ഡയമെൻഷനിലാണ് ഡംബൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ 3D ഷേപ്പിനെ സൂചിപ്പിക്കുന്ന കോണ്ടന്റ് നമ്പർ ആണ് എന്ത്? ഈ പറയുന്ന അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? കണ്ടാ, ഷേപ്പ് ആൻഡ് ഓറിയന്റേഷൻ ടുവേർഡ് ഡിഫറെന്റ് ഡയറക്ഷൻ ഓഫ് ക്ലൗഡ് ടുവേർഡ്സ് കോൺസെൻട്രേഷൻ സബ്ഷെൽ ആണ്. സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്ന കോണ്ടന്റ് നമ്പർ, സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്ന കോണ്ടന്റ് നമ്പർ ആണ് എന്ത്? അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. ഷെല്ലിനെ ആണെങ്കിൽ പ്രിൻസിപ്പൽ ആണ്, അസിമുത്തൽ ആണെങ്കിൽ സബ്ഷെൽ. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അസിമുത്തൽ കോണ്ടന്റ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ L ആണ്. പഠിച്ചോ? എസ് വന്നാൽ, ഓക്കെ, എസ് വന്നാൽ നിങ്ങൾ നോക്കാം, ഞാൻ ഒരു കോളം വരയ്ക്കാം. മക്കൾ ഇത് പഠിച്ചോണേ, ഇത് പഠിച്ചോണേ. ഓക്കെ അല്ലേ? ഇവിടെ ഞാൻ സബ്ഷെൽ, ഒന്നാമത്തെ ഞാൻ സബ്ഷെല്ല്, ഇവിടെ ഞാൻ L. പഠിച്ചോണേ, സബ്ഷെല്ല് L. ശ്രദ്ധിക്കാം, സബ്ഷെല്ല് എസ് സബ്ഷെൽ ആണെങ്കിൽ Lന്റെ വില 0 ആയിരിക്കും. എസ് സബ്ഷെൽ ആണെങ്കിൽ Lന്റെ വില 0 ആയിരിക്കും. P ആണെങ്കിൽ Lന്റെ വില 1, D ആണെങ്കിൽ Lന്റെ വില 2, F ആണെങ്കിൽ Lന്റെ വില 3. L ആണ് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. ക്ലിയർ? അപ്പൊ എസ് വന്നാൽ Lന്റെ വില 0, P വന്നാൽ Lന്റെ വില 1, D വന്നാൽ Lന്റെ വില 2, F വന്നാൽ Lന്റെ വില 3. എസ് വന്നാൽ Lന്റെ വില 0, P വന്നാൽ Lന്റെ വില 1, D വന്നാൽ Lന്റെ വില 2, F വന്നാൽ Lന്റെ വില 3. പഠിച്ചു? മാറിപ്പോയത് 0 എസ്, 1 P, 2 D, 3 F. ഒന്ന് കണ്ടോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞ്, 1 പറ, 1 സോറി, 0 എസ്, 1 P, 2 D, 3 F. ഓക്കെ ആണോ? ഇനി ഞാനൊരു ഉദാഹരണം പറയാം. ഓക്കെ, ശ്രദ്ധിച്ചോളാം. അപ്പൊ അതെ 3P, ശ്രദ്ധിച്ചോളാം, 3P. ശ്രദ്ധിക്കാം, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു,
സബ്ഷെല്ലായ പിയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് ഷെല്ലുകളുടെ എണ്ണം. കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെയാണ്. 3p, പിയുടെ ലെഫ്റ്റ് സൈഡ് 3p ആണെങ്കിൽ ഷെല്ല് 3, 4p ആണെങ്കിൽ ഷെല്ല് 4, 5d ആണെങ്കിൽ ഷെല്ല് 5. പറഞ്ഞല്ലേ? അപ്പൊ ഈ 3 ആണ് ഷെല്ലുകളുടെ എണ്ണം. ഷെല്ലുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന കോണ്ടന്റ് നമ്പർ ആണ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. അപ്പൊ എന്നിന്റെ വില എന്താണ്? 3 ആണ്. ഇനി എല്ലിന്റെ വില നമുക്ക് നോക്കാം മക്കളെ. എല്ലിന്റെ വില പി ആണെങ്കിൽ 0 വന്നാൽ എസ്, 1p 1p. അപ്പൊ എന്താ? N3 L1. സിമ്പിൾ. ജാവ ഈസ് സിമ്പിൾ ബട്ട് പവർഫുൾ. ഇത്ര ഉള്ള കാര്യം. ഓക്കെ, നിങ്ങൾ ഇനി പറ. ഉദാഹരണം 4s. ഇതാണ് എന്നിന്റെ വില. എന്നിന്റെ വില എത്ര? 4 എന്ന് കൊടുക്കാം. L ആണെങ്കിൽ S എന്താണ്? 0 ആണ്. S ആണെങ്കിൽ L എന്താണ്? 0. P ആണെങ്കിൽ 1, D ആണെങ്കിൽ 2, 3, F ആണെങ്കിൽ 3. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്നിന്റെ വില 3, എല്ലിന്റെ വില 2. ഓക്കെ ആണോ? N3 L2. അപ്പം പറ ഏത് വരും? മൂന്നാമത്തെ ഷെല്ല് L2 വന്നാൽ അത് ഏതാ? D. 3D ആണ്. 3D ആണ്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ ചോദിക്കാം. നിങ്ങൾ പറ 5p. പറ മക്കളെ, ഇവിടെ എന്നിന്റെ വില എന്താണ്? 5 ആണ്. ഇതാണ് എന്നിന്റെ വില. എല്ലിന്റെ വില p ആയതുകൊണ്ട് S ആണെങ്കിൽ 0. ഓക്കെ ആണല്ലോ? S ആണെങ്കിൽ 0. ഓക്കെ. P ആണെങ്കിൽ 1, D ആണെങ്കിൽ 2, F ആണെങ്കിൽ 3. അവൻ പറ P ആയതുകൊണ്ട് 1. ക്ലിയർ? സെറ്റ് മസ. ഓക്കെ അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയണം. ഓക്കെ, 5f എന്ന് വന്നാൽ ഇവിടെ എന്നിന്റെ വില എത്ര? ഈ സാധനം N5 അല്ലയോ? F ആണെങ്കിൽ 0s, 1p, 2d, 3f. ഇനി ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എപ്പോഴും എന്നിന്റെ വിലയായിരിക്കും വലുത് എല്ലിന്റെ വിലയെക്കാളും. എന്നിന്റെ വിലയായിരിക്കും വലുത് എല്ലിന്റെ വിലയെക്കാളും. ഒരിക്കലും എന്നിന്റെ വിലയും എല്ലിന്റെ വിലയും തുല്യമായി വരൂല. എന്ന് ചെറുതും എല്ല് വലുതും വരൂല. ഈ 2 കേസ് നോട്ട് പോസിബിൾ ആണ്. ഉദാഹരണം പറയാം. N3 L3 വരത്തില്ല. N3 L4 വരൂല. N3 L2 വരും. എപ്പോഴും എല്ലിന്റെ വിലയായിരിക്കും ചെറുത്. എന്ന് വെച്ചാൽ ഇപ്പൊ എന്നിന്റെ വില 3 ആണെങ്കിൽ എല്ലിന്റെ വില 0 വരാം, 1 വരാം, 2 വരാം. മനസ്സിലായ? 3 വരൂല. മനസ്സിലായ? N3 ആണെങ്കിൽ L0, 1, 2 വരെ വരാം. മനസ്സിലായ? ഇനി എന്റെ ക്വസ്റ്റ്യൻ, എന്നിന്റെ വില 4 ആണെങ്കിൽ ഒന്ന് പറഞ്ഞ് എല്ലിന്റെ വില 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. അപ്പൊ നമുക്ക് എല്ലിന്റെ വില ഇങ്ങനെ പറഞ്ഞുകൂടെ? 0 മുതൽ n-1 എന്ന് പറഞ്ഞുകൂടെ? 0 to n-1 എന്ന് പറഞ്ഞുകൂടെ മക്കളെ? ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി എന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പറ. ക്ലിയർ ആണല്ലോ? അപ്പം എന്താണ് 2 കോണ്ടന്റ് നമ്പർ പഠിച്ചു? സിമ്പിൾ അല്ലേ? വല്ല പാടൊന്നും ഇല്ലല്ലോ. എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം. ഇനി എന്റെ ക്വസ്റ്റ്യൻ, എന്നിന്റെ വില 3, എല്ലിന്റെ വില 0, ഏതായിരിക്കും? നിങ്ങൾ പറ. 3 ഉണ്ട്, L0 ആണ്, S. ഇതിന്റെ ഷേപ്പ് എന്തായിരിക്കും? സിമ്പിൾ. എസിന്റെ ഷേപ്പ് എന്താ? സ്ഫെറിക്കൽ, ഗോളാകൃതി. മനസ്സിലായോ? അങ്ങനെ ഷേപ്പിനെ സൂചിപ്പിക്കുന്ന കോണ്ടന്റ് നമ്പർ ചോദിച്ചാൽ അതെന്താണ്? അസിമുത്തൽ കോണ്ടന്റ് നമ്പർ ആണ്. 2 ഓക്കെ ആണ്. ഇനി മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്താണ്? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്ന് വെച്ചാൽ ഓർബിറ്റൽസിന്റെ എണ്ണം അല്ലെങ്കിൽ ഓറിയന്റേഷൻ. നോക്ക്. Magnetic coordinate number is denoted using the symbol M ആണ്. M ആണ് magnetic coordinate number അല്ലേ? The coordinate number that represent difference in the orientation of orbitals. Orientation of orbitals.
ഓർബിറ്റൽസിന്റെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഓർബിറ്റൽസിന്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന കോണ്ടന്റ് നമ്പർ ആണ്. അത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കറിയാം പ്രധാന സബ്ഷെൽ ഏതൊക്കെയാ? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഏതൊക്കെയാ? എസ് പി ഡി എഫ്. പറ എസ് പി ഡി എഫ്. പറ എസ് പി ഡി എഫ്. എസിന്റെ അകത്ത് കൊള്ളുന്ന ഓർബിറ്റൽസ് പറയാവുന്ന നിങ്ങൾക്ക്. പറ എസിന്റെ അകത്ത് കൊള്ളുന്ന ഇലക്ട്രോൺ രണ്ട്, ഓർബിറ്റൽസ് നേർപകുതി 1 അല്ലേ? ഞാൻ പറഞ്ഞു തന്ന കാര്യമല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെയാണ് മക്കളെ. പിക്കകത്തോളം ഇലക്ട്രോൺ 6, ഓർബിറ്റൽസ് 3. ഡിക്കകത്തോളം ഇലക്ട്രോൺ എത്ര ഇലക്ട്രോൺ 10, ഓർബിറ്റൽസ് 5. എഫിന്റെ അകത്തോളം ഇലക്ട്രോൺ 14, ഓർബിറ്റൽസ് 7. ഇതെല്ലാവർക്കും അറിയാം. ഇത് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ പറയാൻ പോവാ. ആ ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിച്ചോ. 3ാമത്തെ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളുന്ന ഓർബിറ്റൽസിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് 2l+1. എന്താ? 2l+1. എന്താ? 2l+1 ആണ്. അപ്പൊ എസിന്റെ അകത്ത് ഓരോ ഓർബിറ്റൽസ് ഉണ്ട്, പിക്കകത്ത് 3 ഓർബിറ്റൽസ് ഉണ്ട്, ഡിക്കകത്ത് 5 ഓർബിറ്റൽസ് ഉണ്ട്, എഫിന്റെ അകത്ത് 7 ഓർബിറ്റൽസ് ഉണ്ട്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത്? 2l+1. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എൽ എന്ന് വെച്ചാൽ അസിമുത്തൽ കോണൻ നമ്പർ. നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത് എസ് ആകുമ്പോൾ നമുക്കറിയാം എല്ലിന്റെ വില എന്താ? 0 ആണ്. അപ്പൊ ഇക്വേഷൻ എന്താ? 2l+1. അപ്പൊ എന്താ? 2 ഇൻറ്റു എല്ലിന്റെ വില 0+1. 2 ഇൻറ്റു 0. എന്റെ മക്കൾ പറ 0+1 1 ആണ്. നമുക്കറിയാം എസിന്റെ അകത്ത് ഓരോ ഓർബിറ്റൽസ് ഉള്ളു. സെറ്റാണോ സെറ്റുമസ് ആണോ മക്കളെ? ഇങ്ങോട്ട് നോക്ക്. എസ് മനസ്സിലായി? അപ്പൊ ഓരോ ഷെല്ലിന്റെ അകത്തുമുള്ള ഓർബിറ്റൽസിന്റെ ഓരോ സബ്ഷെല്ലിന്റെ അകത്തും ഉൾക്കൊള്ളുന്ന ഓർബിറ്റൽസിന്റെ എണ്ണം 2l+1 ആണ്. സബ്ഷെല്ല് ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, അങ്ങനെയാണ് ഞാൻ ചോദിക്കാം. പിക്കകത്ത് കൊള്ളുന്ന ഇലക്ട്രോൺ എന്താണ്? 6, ഓർബിറ്റൽസ് 3. നമുക്ക് നോക്കാം. പി ആണെങ്കിൽ എല്ലിന്റെ വില എത്ര? 1. ഇക്വേഷൻ പറഞ്ഞേ 2l+1 അല്ലേ? 2l+1. 2 ഇൻറ്റു 1. എൽ എത്ര? 1 +1. 2 ഇൻറ്റു 1. 2 + 1 3. പിക്കകത്ത് 3. നമുക്കറിയാം പിക്കകത്ത് 3 അല്ലയോ? ഇനി ഡി ആണെങ്കിൽ എല്ലിന്റെ വില എത്ര? 2. ഇക്വേഷൻ എന്താ? 2l+1 ആണ്. എല്ലിന്റെ അടുത്ത് 2 ഇട്ട് കൊടുക്ക. അപ്പൊ 2 ഇൻറ്റു 2 എന്ന് വരും, +1 എന്ന് കൊടുക്ക. 2 ഇൻറ്റു 2 4 + 1 5 എന്ന് വരൂലേ? ഡിക്കകത്ത് 5. മനസ്സിലായോ? അടുത്ത പറ മക്കളെ. എഫ് ആണെങ്കിൽ എൽ എത്ര? 3 വരും അല്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ 2l+1 അല്ലേ? സബ്ഷെല്ലിന്റെ അകത്തെ ഓർബിറ്റൽസ് 2l+1 അല്ലയോ? അപ്പം പറ എൽ 3 ആണെങ്കിൽ 2 ഇൻറ്റു 3 +1. 3 ഇൻറ്റു 2 6 + 1 7. നമ്മൾ പഠിച്ച എസിന്റെ അകത്ത് ഓർബിറ്റൽസ് 1, പിക്കകത്ത് 3, ഡിക്കകത്ത് 5, എഫിന്റെ അകത്ത് 7. അപ്പൊ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഓരോ ഷെല്ലിന്റെ അകത്ത് ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഷെല്ലിന്റെ അകത്ത് 2n². ഷെല്ലിന്റെ അകത്തെ ഓർബിറ്റൽസിന്റെ എണ്ണം n². സബ്ഷെല്ലിന്റെ അകത്ത് ഓർബിറ്റൽസിന്റെ എണ്ണം 2l+1. 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി ഒരൊറ്റ ഇക്വേഷനും കൂടെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കതേ. കണ്ട 2l+1 കണ്ട മക്കളെ? ഫോർ ദ പർട്ടിക്കുലർ വാല്യൂ ഓഫ് എൽ there are കണ്ടോ 2l+1. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കണം. ഓരോ ഷെല്ലിന്റെ അകത്ത് ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ ആണെങ്കിൽ ഷെല്ലിന്റെ അകത്ത് ഇലക്ട്രോൺ ആണെങ്കിൽ 2n². ഷെല്ലിന്റെ അകത്ത് ഓർബിറ്റൽസ് ആണെങ്കിൽ n². സബ്ഷെൽ എന്ന് പറഞ്ഞാൽ 2l+1. ഇനി സബ്ഷെല്ലിന്റെ അകത്ത് ഇലക്ട്രോണുകളുടെ എണ്ണം
ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ 4 ഇക്വേഷൻ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. എസ് പി ഡി എഫ്. എസിൻ്റെ അകത്ത് ഇലക്ട്രോണുകളുടെ എണ്ണം 2, പിക്കകത്ത് ഇലക്ട്രോണുകളുടെ എണ്ണം പറ മക്കളെ 6, ഡിക്കകത്ത് 10, എഫിൻ്റെ അകത്ത് 14. എസ് 2, പി 6, ഡി 10, എഫ് 14. എസ് 2, പി 6, ഡി 10, എഫ് 14 ആണല്ലോ. ഇത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചോ. 4l+2. എന്താ 4l+2? ഇനി പറ, എൽ എന്ന് പറയുന്ന എന്താണ്? അസിമുത്തൽ കോണൻ നമ്പർ. നമുക്ക് നോക്കാം. ആദ്യം എസ് ആണെങ്കിൽ എല്ലിന്റെ വില എത്രയാണ്? 0. നമ്മുടെ ഇക്വേഷൻ എന്താ? ഇലക്ട്രോണുകളുടെ എണ്ണം 4l+2 അല്ലേ? കാരണം L 0 ആയതുകൊണ്ട് 4 × 0+2 എത്ര കിട്ടും? നമുക്കറിയാം 2 അല്ലയോ? എസിന്റെ അകത്ത് 2 ഇലക്ട്രോണാ. എസിന്റെ അകത്ത് 2 ഇലക്ട്രോൺ ആണേ. ഇനി അടുത്ത പി ശ്രദ്ധിച്ചോളാം. പി അത്യാവശ്യം നല്ല രീതിയിൽ ഡീപ്പായിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയി പഠിച്ചു പോകണം. ഇത്രയും ചെയ്യാൻ കാരണം നിങ്ങൾ സെറ്റായിട്ട് പഠിച്ചു പോകണം. ഒരു മാർഗം ഇതിൽ നിന്ന് പോയെടുത്തു. അതാ A to Z എല്ലാ കാര്യവും കെമിസ്ട്രി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റാണ് മക്കളെ. ഫുൾ A+ നമ്മൾ നേടിയിരിക്കും ലാസ്റ്റ് ബോർഡ് എക്സാമിന്. അതിനുവേണ്ടി ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിക്കുക. മാക്സിമം എല്ലാവരും പഠിക്കേണ്ടതേ. ഓക്കെ എഡ്യൂസാറ്റിന്റെ കൂടെ തന്നെ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, പി ആണെങ്കിൽ എല്ലിന്റെ വില എത്രയാണ്? 1. അപ്പൊ എന്താ 4l+ എന്താണ്? 4l+2 അല്ലേ? ഇനി പറ, എല്ലിന്റെ വില 1 ആയതുകൊണ്ട് എല്ലിന്റെ സ്ഥാനത്ത് ഈ 1 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ 4 × 1 + 2. 4 × 1 4 + 2 6 ആണ്. പിക്കകത്ത് ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ 6 ആണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി? ഓക്കെ ആണല്ലോ, 6 ആണ്. ഇനി അടുത്ത് നോക്കിയേ. ഡി ആണെങ്കിൽ എല്ലിന്റെ വില എത്ര? 2. ഇക്വേഷൻ പറ. 4l+2. എല്ലിന്റെ അടുത്ത് 2 ഇട്ട് കൊടുക്കുക. 4 × 2 + 2 4 × 2 എന്റെ കുഞ്ഞുങ്ങൾക്കറിയാം 8. 8 + 2 10. ഡിക്കകത്ത് 10 കൊള്ളുന്നത്. ഇത് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. കണ്ട പഠിച്ചോണം. ഇനി അടുത്ത എഫ് ആണെങ്കിൽ എല്ലിന്റെ വില എത്ര? 3 ആണ്. ഇക്വേഷൻ പറ. 4l+2. 4l+2 അല്ലേ? ഓക്കെ ആണല്ലോ. എല്ലിന്റെ വില 3. അപ്പൊ 4 × 3 + 2 ഓക്കെ അല്ലേ? 4 × 3 എത്ര? 3 × 4 12 2 14. അപ്പൊ ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 4l+2 അല്ലേ? ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതാം മക്കളെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഇക്വേഷൻ നടക്കുന്നത്. ഈ 2 ഞാൻ പുറത്തെടുക്കുക. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 2 പുറത്തെടുത്താൽ 2 × 2l+1 എന്ന് വരത്തില്ലയോ? ഒന്ന് പറഞ്ഞേ. ഈ 2 ഞാൻ പുറത്തെടുക്കുക. ഈ 2-ലും 2 കോമൺ ഉണ്ട്. പുറത്തെടുത്താൽ ഇവിടെ 1 ആകും, ഇവിടെ 2 ആകും. 2 × 2l+1. അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അടുത്ത ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. ഇതറിയാലോ. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 4l+2 അല്ലെങ്കിൽ 2 × 2l+1 ആണ്. ഓരോ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഓർബിറ്റേഴ്സിന്റെ എണ്ണമാണെങ്കിൽ 2l+1. നമുക്കറിയാം എസിന്റെ അകത്ത് ഓർബിറ്റേഴ്സ് 1, പിക്കകത്ത് 3, ഡിക്കകത്ത് 5, എഫിന്റെ അകത്ത് 7 അല്ലെ? എസിന്റെ അകത്ത് 1, പിക്കകത്ത് 3, ഡിക്കകത്ത് 5, എഫിന്റെ അകത്ത് 7. എല്ലാവർക്കും അറിയാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. മാഗ്നറ്റിക് കോണൻ നമ്പറിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എന്താണ്? എം ആണ്. ഓറിയന്റേഷനെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഓർബിറ്റിൽസിന്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന കോണൻ നമ്പറാണ് മാഗ്നറ്റിക് കോണൻ നമ്പർ. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ മക്കളെ.
ശ്രദ്ധിച്ചേ, നമുക്കറിയാം എമ്മിന്റെ വില കണ്ടെത്തണം. ഇപ്പം നമ്മള് എന്നിന്റെ വില പ്രിൻസിപ്പൽ കോണൻ നമ്പർ, എല്ലിന്റെ വില അസിമുതൽ കോണൻ നമ്പറിന്റെ വില കണ്ടെത്തി. അതുകൂട്ട് എമ്മിന്റെ വില കണ്ടെത്തണം. എളുപ്പമാണ്, ഒന്നുമില്ല, -L 0 + L. എല്ലിന്റെ വില എത്രയാണോ അത് മൈനസ് മുതൽ പ്ലസ് വരെ, മൈനസ് മുതൽ പ്ലസ് വരെ. ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഉദാഹരണം 3p. നിങ്ങൾ പറ, ഇവിടെ എന്നിന്റെ വില എത്ര? 3. സബ് ഷെല്ലിന്റെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്നതാണ് ഷെല്ല്, അതാണ് പ്രിൻസിപ്പൽ കോണൻ നമ്പർ. അങ്ങനെയാണെങ്കിൽ പറ, എല്ലിന്റെ വില 0s, 1p, 2d, 3f. p ആയതുകൊണ്ട് L 1. അങ്ങനെയാണ് എമ്മിന്റെ വില, എല്ലിന്റെ വില മൈനസ് മുതൽ -1, 0, +1 അല്ലേ. നമുക്കറിയാം പിക്ക് 3 ഓർബിറ്റേഴ്സ് ഉള്ളത്. 1, 2, 3, 1, 2, 3, 1, 2, 3. മനസ്സിലായോ? വേറെ എക്സാമ്പിൾ നോക്കിയേ, വേറെ എക്സാമ്പിൾ 3d. നിങ്ങൾ പറ, എന്നിന്റെ വില എത്ര? ഈ സാധനമാണ് n. കണ്ടോ, എന്നിന്റെ വില 3. എല്ലിന്റെ വില എത്ര? 0 ആണെങ്കിൽ s, 1 ആണെങ്കിൽ p, 2 ആണെങ്കിൽ d. എമ്മിന്റെ വില എന്താ? എല്ലിന്റെ വില എത്രയാണോ അത് മൈനസ് മുതൽ പ്ലസ് വരെ. -2 വരാം, -1 വരാം, 0 വരാം, +1 വരാം, +2 വരാം. നമുക്കറിയാം ഡിക്ക് മൊത്തം 5 ഓർബിറ്റൽസ് ആണുള്ളത്. 1, 2, 3, 4, 5. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു എക്സാമ്പിൾ നിങ്ങൾ പറ, 4s. എനിക്കറിയണം എന്നിന്റെ വില 4 ആണ്, 4 ആണ്. എല്ലിന്റെ വില s ആയതുകൊണ്ട് 0, s ആയതുകൊണ്ട് 0. എമ്മിന്റെ വില, എല്ലിന്റെ വില എത്രയാണോ അത് മൈനസ് മുതൽ പ്ലസ് വരെ. കാരണം നമുക്കറിയാം എല്ലിന്റെ വില 0യാ, -0 ഒന്നുമില്ല, 0 തന്നെ. നമുക്കറിയാം എസിന് ഒരൊറ്റ ഓർബിറ്റേഴ്സേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നിങ്ങൾ പഠിച്ചോണം, 4f. പറഞ്ഞോ, എന്നിന്റെ വില 4 അല്ലേ, എല്ലിന്റെ വില 0 ആണെങ്കിൽ s, 1 ആണെങ്കിൽ p, 2 ആണെങ്കിൽ d, 3 ആണെങ്കിൽ f. അങ്ങനെയാണ് എമ്മിന്റെ വില എന്ന് പറഞ്ഞേ. എല്ലിന്റെ വില -3 പറ, -2, -1, 0, +1, +2, +3. കണ്ടോ എല്ലിന്റെ വില മൈനസ് മുതൽ പ്ലസ് വരെ. ഓക്കെ ആണോ മക്കളെ? എഫ് ആയതുകൊണ്ട് എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 7 ഓർബിറ്റൽസ്. എഫിന് 7 ഓർബിറ്റൽസ്. പറഞ്ഞേ, 1, 2, 3, 4, 5, 6, 7 എണ്ണം. ക്ലിയർ ആണല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കാം മക്കളെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ഇനി പഠിച്ചോണം, ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ. ഓക്കെ, ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് അക്കോമഡേറ്റ് ഇൻ. ഓക്കെ, ഓരോ ഓർബിറ്റേഴ്സിന്റെ അകത്ത് ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ. കണ്ട, കെ ഷെല്ലിലെ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ. കെ ഷെല്ലിലെ ഓർബിറ്റൽസ് ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, കെ ഷെല്ലിൽ ഇലക്ട്രോൺ എണ്ണം 2 ആണ് അല്ലെ? കെ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ കെ ഷെല്ലിൽ. കെ ഷെല്ലിന്റെ അകത്ത് ഇലക്ട്രോൺ 2 ആണെങ്കിൽ നേർപകുതിയാണ് ഓർബിറ്റൽസ്. പറഞ്ഞ കാര്യമാണ്. കെ ഷെല്ലിന്റെ അകത്ത് 2 ഇലക്ട്രോൺ, 2ന്റെ നേർപകുതി. ഓക്കെ, 1 ആണ് ഓർബിറ്റൽസ്. അപ്പൊ എന്താ? കെ ഷെല്ലിന്റെ അകത്ത് 2 ഇലക്ട്രോൺ ഉണ്ട്, ബൈ ഓർബിറ്റൽസ് 1, 2/1 2 കിട്ടും. 2/1 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ കെ ഷെല്ലിന്റെ അകത്ത് ഒരൊറ്റ ഓർബിറ്റൽസേ ഉള്ളു. അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ 2 ആണ്. നമുക്കല്ലേലും അറിയാം ഓരോ ഓർബിറ്റൽസ് ഒരു കോളം അല്ലേ മക്കളെ? ആ കോലത്തിന്റെ അകത്ത് 2 ഇലക്ട്രോൺ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? കെ ഷെല്ലിന്റെ അകത്ത് ഉൾക്കൊള്ളുന്ന ഓർബിറ്റൽസിനകത്ത് ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ ആദ്യം എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. കെ ഷെല്ലിന്റെ അകത്ത് 2 ഇലക്ട്രോൺ ബൈ ഓർബിറ്റൽസ് 1 ആണ്. അപ്പോൾ
കെ ഷെല്ലിന്റെ അകത്ത് ഒറ്റ ഓർബിറ്റൽസ് ഉള്ളു, അതിൻ്റെ അകത്ത് പരമാവധി 2 ഇലക്ട്രോൺ കൊള്ളു. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാം. ഇത്രയും കാര്യം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. നോക്കിയേ, ദ മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ഈച്ച് ഷെൽ. കണ്ട, ഓരോ ഷെല്ലിന്റെ അകത്തും ഉൾക്കൊള്ളുന്ന ഓർബിറ്റൽസിന്റെ എണ്ണം ഞാൻ പറഞ്ഞു n² ആണ്. അല്ലേ? രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ ഓർബിറ്റൽസിന്റെ എണ്ണം 2ന്റെ സ്ക്വയർ 4. മൂന്നാമത്തെ ഷെല്ലാണെങ്കിൽ ഓർബിറ്റൽസിന്റെ എണ്ണം 3ന്റെ സ്ക്വയർ 9. നാലാമത്തെ ഷെല്ലാണെങ്കിൽ ഓർബിറ്റൽസിന്റെ എണ്ണം 4ന്റെ സ്ക്വയർ 16. മനസ്സിലാവും? അപ്പൊ ഓരോ ഷെല്ലിന്റെ അകത്തും ഉൾക്കൊള്ളുന്ന എന്താണ് ഓർബിറ്റൽസിന്റെ എണ്ണം n² ആണെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം എന്താ 2n². ഓരോ ഷെല്ലിന്റെ അകത്തും ഉൾക്കൊള്ളുന്ന ഓർബിറ്റൽസ് n² ആണെങ്കിൽ ഇലക്ട്രോൺ എന്താണ് 2n² ആണ്. പറഞ്ഞ കാര്യമാണ്. ഇനി ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ഈച്ച് ഓർബിറ്റൽസ്. ഓരോ ഓർബിറ്റൽസ് ഒരു കോളമാണ്. ആ ഓരോ ഓർബിറ്റൽസ് അത് ഉൾക്കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോൺ 2 ആണ്. പറഞ്ഞ കാര്യമാണ്. ഇനി ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ഈച്ച് സബ്ഷെൽ. ഈച്ച് സബ്ഷെല്ലിന്റെ അകത്ത് ഉൾക്കൊള്ളുന്ന പരമാവധി എന്താണ് ഇലക്ട്രോൺ എണ്ണം? എന്താ 4l+2 അല്ലേ? എന്ന് വെച്ചാൽ 2 × 2l+1. പറഞ്ഞു ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓരോ ഷെല്ലിന്റെ അകത്തും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ എണ്ണം 2n². സെറ്റാണ് മക്കളെ? ഓക്കെ ആണോ? ഓരോ ഷെല്ലിന്റെ അകത്തും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ എണ്ണം 2n² ആണ്. ഓരോ ഷെല്ലിന്റെ അകത്തും ഉൾക്കൊള്ളുന്ന ഓർബിറ്റൽസിന്റെ എണ്ണം n². ഓക്കെ. ഓരോ സബ്ഷെല്ലിന്റെ അകത്തും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ എണ്ണം 4l+2 അല്ലെങ്കിൽ 2 × 2l+1 ആണ്. ഓരോ സബ്ഷെല്ലിന്റെ അകത്തും ഉൾക്കൊള്ളുന്ന ഓർബിറ്റൽസിന്റെ എണ്ണം 2l+1 ആണ്. ഓരോ ഓർബിറ്റൽസിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ ആണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പക്കയാണോ മക്കളെ? ഇത് വ്യക്തമായിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിങ്ങൾ പഠിക്കുക. നമ്മളിപ്പോൾ കോണൻ നമ്പർ 3 അടിപൊളിയായിട്ട് പഠിച്ചു. 1 പ്രിൻസിപ്പൽ കോണൻ നമ്പർ, 2 അസിമുത്തൽ കോണൻ നമ്പർ, 3 മാഗ്നറ്റിക് കോണൻ നമ്പർ. ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. എന്റെ ക്വസ്റ്റ്യൻ ഇപ്പം 6p. ഓക്കെ ആണോ? എന്നിന്റെ വില എത്ര? പിയുടെ ഇപ്പുറത്ത് 6. p ആണെങ്കിൽ എല്ലിന്റെ വില 1, എമ്മിന്റെ വില എത്ര? -1, 0, +1. കാരണം പിക്കകത്ത് എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 3 ഓർബിറ്റൽസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് തന്നെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. നമുക്കിനി എന്ത് ചെയ്യാം? 2026 ബോർഡ് എക്സാമിന് ചോദിച്ച ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ചാപ്റ്റർ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ബൈ.